ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നിക്ഷേപ മേഖലയിലെ തട്ടിപ്പുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നമുക്ക് സേഫായിട്ടിരിക്കാൻ സാധ്യമാവുക? വളരെയധികം അവസരങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾക്ക് നൽകുന്നത്. പക്ഷേ ഒരുപാട് ഫ്രോഡ്സ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിക്ഷേപകർക്ക് തെറ്റിദ്ധാരണയിലും മറ്റുമായിട്ട് തട്ടിപ്പിനിരയായിട്ട് വളരെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് പമ്പ് ആൻഡ് ഡംപ് സ്കീം എന്നുള്ള ഒരു തട്ടിപ്പാണ്. ഒരു സ്റ്റോക്കിന്റെ വില കൃത്രിമമായിട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പബ്ലിഷ് ചെയ്യുകയും അങ്ങനെ സ്റ്റോക്കിന്റെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ആൾക്കാരൊക്കെ കൂടുതൽ ആ സ്റ്റോക്ക് വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുകയും തെറ്റായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് ആൾക്കാർ സ്റ്റോക്ക് ഇങ്ങനെ വാങ്ങി ഇരിക്കും. ഒരുപക്ഷെ ഈ ന്യൂസ് പരത്തുന്ന ആൾക്കാർ ആദ്യം തന്നെ ഇത് വാങ്ങിയിട്ടുണ്ടാവും കുറഞ്ഞ വിലയ്ക്ക്. അതിനുശേഷമാണ് ഈ പ്രൈസിങ്ങിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്നത്. കുറച്ച് കഴിയുമ്പം അവർ അവരുടെ കൈവശമുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ആർട്ടിഫിഷ്യലായിട്ട് കൂട്ടിയ വിലയ്ക്ക് അവർ വിറ്റുമാറുകയും ചെയ്യും. അതിനുശേഷം ആ സ്റ്റോക്ക് താഴേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ഒരുപാട് നിക്ഷേപകർക്ക് അവരുടെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അതാണ് പമ്പ് ആൻഡ് ഡംപ് സ്കീം. അടുത്തത് ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരുപക്ഷെ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അത് ഓർഡർ ബുക്ക് ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡേറ്റ ആവാം, അല്ലെങ്കിൽ അമാർഗമേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ബിസിനസ് ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള നീക്കങ്ങൾ കമ്പനിക്ക് അകത്ത് നടക്കുന്നത് അത് ആ ഒരു കമ്പനിയുടെ സ്റ്റോക്കിന്റെ പെർഫോമൻസിനെ ബാധിക്കും. ഒരുപക്ഷെ വില കൂടിയേക്കാം ആ ഒരു ന്യൂസ് പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ വില കുറഞ്ഞേക്കാം. ഇത് ഇൻസൈഡേഴ്സിന് അറിയാൻ പറ്റും. അതനുസരിച്ച് അവർ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ട്രേഡ് അല്ലെങ്കിൽ പൊസിഷൻ അവർ എടുക്കാറുണ്ട്. ഒരുപക്ഷെ സ്റ്റോക്കിന്റെ വില താഴേക്കാണ് പോകുന്നതെങ്കിൽ അവർ പുട്ട് ഓപ്ഷൻ വാങ്ങി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഷോർട്ട് ചെയ്ത് വെക്കാറുണ്ട്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ കോൾ ഓപ്ഷൻ വാങ്ങി വെക്കും ബൾക്കായിട്ട്, അല്ല എങ്കിൽ സ്റ്റോക്ക് വാങ്ങി വെക്കും. ഇതൊക്കെ അവർ ചെയ്യും. അത് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ള ഒരു തട്ടിപ്പിന്റെ ഒരു എക്സാമ്പിളാണ്. അങ്ങനെ അവർ ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഇത് അറിയുന്നില്ല, കാരണം ഇൻവെസ്റ്റേഴ്സ് ഔട്ട്സൈഡേഴ്സ് ആണ്. ഇത് ഇൻസൈഡേഴ്സിനാണ് ഈ ഇൻഫർമേഷൻ ഉള്ളത്. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ്. ഇത് നിയമവിരുദ്ധമാണ്. സെബിയും മറ്റും ഇത് തടഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് വ്യാപകമായിട്ട് നടക്കാറുള്ളത് പോൺസി സ്കീംസ്. വളരെ വലിയ രീതിയിലുള്ള റിട്ടേൺസ്, നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആൾക്കാരെ ഇതിലേക്ക് അടുപ്പിക്കുന്ന ഒരു സിസ്റ്റം. ഇത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് പേരെയൊക്കെ ആദ്യം എൻറോൾ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺസ് കൊടുക്കുകയും അങ്ങനെ ആ ഇൻവെസ്റ്റേഴ്സ് ഇത് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് കൂടുതൽ പണം നിക്ഷേപിക്കുകയും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ കൊണ്ടും പൈസ ഇടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഉള്ള ഒരു തട്ടിപ്പാണിത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലെ റിട്ടേൺസ് കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും അതുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. ആൾക്കാരെ പെട്ടെന്ന് ഈ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആർട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ആഴ്ച ഒരു റിട്ടയർഡ് ജഡ്ജി, അദ്ദേഹത്തിന് ഏതാണ്ട് 1,90,00,000 രൂപ അദ്ദേഹത്തിന് ഈ ഒരു സ്കീമിൽ നഷ്ടപ്പെടുകയുണ്ടായി. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് പണം അവർക്ക് ഈ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അവരാണ് ഈ കംപ്ലൈന്റ് ചെയ്യുന്നതും അവരുടെ ഇൻഫർമേഷൻ ആണെന്ന് പത്രമാധ്യമങ്ങളിൽ നമ്മൾ അറിയുന്നതും. പക്ഷേ ഒരുപക്ഷെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അതിലും കുറഞ്ഞ എമൗണ്ടുകളായിരിക്കാം നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും ആൾക്കാരുടെ പൈസ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ സ്കീമുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കീമുകൾ എപ്പോഴും ആക്റ്റീവാണ്. നമുക്ക് നിരന്തരം ഇത് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. ഇവരുടെ പരസ്യങ്ങൾ, അവർ പൈസ കൊടുത്ത് പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് പേരെ ഇതിനകത്ത് ഈ ട്രാപ്പിനകത്ത് പെടുത്തി ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ അവർ എടുക്കുന്നുണ്ടാവാം. പലരും അതിന്റെ പുറകിന് പോകുന്നില്ല. അവർ ഒരുപക്ഷെ അവരുടെയൊക്കെ ലക്ഷക്കണക്കിന് മാത്രമേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ 50,000, 25,000 ആ രീതിയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ എമൗണ്ടുകൾ പോകുമ്പോഴാണ് ആൾക്കാർ ഇതിന്റെ പുറകിന് പോകുന്നത്. പലർക്കും ഇത്രയും വലിയ എമൗണ്ടുകൾ പോകാൻ മാത്രം അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. കയ്യിൽ ഉള്ളവരുടെയാണ് ഈ 1 കോടി 1.5 കോടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കയ്യിലില്ലാത്തവരുടെ 1,00,000 ഒക്കെ ആയിരിക്കും പോകുന്നത്. എന്തായാലും ഇത് വളരെ വ്യാപകമായി നടക്കുന്ന ഒരു സ്കീമാണ്.
ഇതിന് യാതൊരു രീതിയിലുമുള്ള നിയമസാധുത ഇല്ലാത്ത സ്കീമാണ്. ഇതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുക. മറ്റൊന്ന് ബ്രോക്കേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സിസ്റ്റമാണ്. പ്രത്യേകിച്ചും ബ്രോക്കേഴ്സിന് ട്രേഡ് ചെയ്യാനുള്ള ഒരു അധികാരം നമ്മൾ കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അവർക്ക് ഒരുപക്ഷെ നമ്മൾ അറിയാതെ പല രീതിയിലുള്ള ട്രേഡുകൾ എടുക്കുകയും അങ്ങനെ ബ്രോക്കറേജ് അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറുക. ബ്രോക്കേഴ്സിന്റെ ഒരു പ്രോഫിറ്റ് എന്ന പ്രധാനപ്പെട്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബ്രോക്കറേജ് ആണ്. അത് കൂട്ടുവാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതിന് നമ്മൾ അവർക്കുള്ള അതോറിറ്റി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന് ഫ്രണ്ട് റണ്ണിങ് ആണ്. ഇവിടെ ബ്രോക്കർ അല്ലെങ്കിൽ ട്രേഡർ അവർക്ക് മുൻകൂർ അറിയാവുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട് ഓർഡേഴ്സിനെ പറ്റി. ട്രേഡേഴ്സിന് അറിയാൻ പറ്റും വളരെ വലിയ രീതിയിലുള്ള ഓർഡേഴ്സ് മാർക്കറ്റിലോട്ട് ഏതെങ്കിലും ക്ലയന്റ് കൊണ്ടുവരുന്ന കാര്യം. അപ്പോൾ ആ ഒരു ഓർഡർ അനുസരിച്ച് ആ ഓർഡർ വന്നാൽ മാർക്കറ്റിൽ എന്ത് മൂവ്മെന്റ് നടക്കും എന്ന് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടവർക്ക് അറിയാൻ പറ്റും. ആ എക്സ്പീരിയൻസ് കൊണ്ട് ആ ഓർഡർ വന്നെങ്കിലും അത് മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുന്ന ചില ട്രേഡുകളാണ് ഫ്രണ്ട് റണ്ണിങ്. മറ്റൊന്ന് ഷെൽ കമ്പനീസ്. ഇല്ലാത്ത കമ്പനികൾ നിയമപ്രകാരം ഉണ്ട്. കാരണം ദേ ആർ എൻറ്റിറ്റീസ്. അവർ എൻറ്റിറ്റീസ് ആണ്. അവർക്ക് പേപ്പർ എല്ലാം അവരുടെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ അവർ ബിസിനസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ നടത്താനായിട്ട്, അല്ലെങ്കിൽ ഷെയർ വാങ്ങാനും വിൽക്കാനും, അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കാനും, സാമ്പത്തിക തിരിമറികൾ നടത്താനും ഒക്കെ ആയിട്ട് വലിയ വലിയ പിന്നെ ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളല്ല എങ്കിൽ പോലും മറ്റു പല കമ്പനികളും ഇങ്ങനെയുള്ള ഷെൽ കമ്പനീസും കൂടെ അവർ ഫോം ചെയ്ത് വെക്കാറുണ്ട് പലപ്പോഴും. ഇനിയുള്ള വ്യാപകമായിട്ട് കാണുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഫേക്ക് ഇൻവെസ്റ്റ്മെന്റ്. യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ തന്നെ ഓരോ രീതിയിൽ ഉള്ള ബൈസെൽ ഓർഡറുകൾ ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചു അല്ലാതെയും മറ്റും അവരിലേക്ക് എത്തിക്കുക, അവർ ഇതിനകത്ത് വീണു പോവുക, അതനുസരിച്ച് സ്റ്റോക്ക് വാങ്ങുക, പ്രശ്നത്തിൽ പോവുക, ഇത് നടക്കാറുണ്ട്. ഇമെയിൽ വഴി വെബ്സൈറ്റ് വഴിയൊക്കെ ഇത് ചെയ്യുന്ന ടീമുകളുണ്ട്. ഇതിൻ്റെ ഇരകളായി മാറുന്നവർ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്ത ഇൻവെസ്റ്റേഴ്സാണ്, അൺഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ്. അവർക്കറിയില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. കാര്യങ്ങളെപ്പറ്റി നേരിട്ട് പഠിച്ച് സയൻറ്റിഫിക്കായിട്ട് പഠിച്ച് കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള ടിപ്പുകൾ എടുത്തിട്ട് ചെയ്ത് പൈസ നഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർക്ക്. മറ്റൊന്നാണ് അൺഓതറൈസ്ഡ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. പല ഇൻവെസ്റ്റേഴ്സിന്റെയും ഫണ്ടുകൾ ഒരു അക്കൗണ്ടിലോട്ട് പൂൾ ചെയ്തുകൊണ്ട് ബൾക്കായിട്ട് അത് ഉപയോഗിച്ച് മാർക്കറ്റിൽ നിന്ന് ഇവർ അപ്രത്യക്ഷമാവും. ഇതിന് സെബിയുടെ അപ്രൂവൽ ഒന്നും ഇല്ലാതെയാണ് ഈ ടീമുകൾക്ക് പ്രവർത്തിക്കുക. വളരെ വലിയ രീതിയിലുള്ള റിട്ടേൺസ് ഇവർ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ആൾക്കാരെ ഇതിലേക്ക് അടുപ്പിക്കുന്നത്. ഇത് നിശ്ചയമായിട്ട് പിന്നെ ആൾക്കാരുടെ പൈസ അടിച്ചു മാറ്റാനുള്ള സ്കീം തന്നെയാണ്. ഒരുപാട് വ്യാപകമല്ല എങ്കിൽ പോലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് IPOs, ഇനിഷ്യൽ പബ്ലിക് ഓഫേഴ്സിന്റെ ഭാഗമായിട്ട് ചില കമ്പനികളുടെ വാല്യുവേഷൻ കൂട്ടിക്കാണിക്കാറുണ്ട്. കൂട്ടിക്കാണിച്ചുകൊണ്ട് ആ ഇനിഷ്യൽ പബ്ലിക് ഓഫറിൽ വരുന്ന ആ ഒരു പ്രൈസ് ആൾക്കാർ വാങ്ങേണ്ട ഒരു സാഹചര്യം വരും. അതിനുശേഷം ആ സ്റ്റോക്കിന്റെ വില, അതിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റോക്കിന്റെ വില താഴേക്ക് പോയിട്ട് വാങ്ങിയവർക്ക് നഷ്ടം വരുന്ന ഒരു സാഹചര്യമാണ്. ഇത് സ്ഥിരമായിട്ട് അങ്ങനെ കാണാറില്ല, വല്ലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. അതും ശ്രദ്ധിക്കണം IPO എടുക്കുന്നവർ. പൊതുവേ നമ്മൾ കരുതിയിരിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ: വെരിഫൈ ക്രെഡൻഷ്യൽസ്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ അവർ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കണം. സ്റ്റോക്ക് ബ്രോക്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഒക്കെ സ്റ്റോക്ക് ബ്രോക്കർ ആണെങ്കിൽ അവർ സെബിയുടെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കണ്ട് ബോധ്യപ്പെടണം. ഈ വരുന്ന ബാക്കിയുള്ള ഒരു ടീമിനും യാതൊരു രജിസ്ട്രേഷൻസും ഉണ്ടാവില്ല. ഇല്ലാതെയാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലേക്ക് നിങ്ങളുടെ പൈസ അവർ ഡിപ്പോസിറ്റ് ചെയ്യിക്കുന്നത്. അത് ഒഴിവാക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമായ റിസർച്ച് ചെയ്യുക. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോമിസസ്, ഒരുപാട് വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടും എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ഉറപ്പിച്ചു, അത് കളിപ്പീരാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം കിട്ടും അല്ലെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരിക്കലും അത് ഒരു വ്യക്തിക്ക് മുൻകൂർ പറയാൻ പറ്റില്ല. അതാണ് അതിനകത്തെ ഒരു വിഷയം. ഇത് പഠിച്ചിട്ട് ചെയ്യാം. പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നവർക്ക് ആ ഒരു ലാഭത്തിലേക്ക് എത്താൻ ഉള്ള കുറെ പൊട്ടൻഷ്യൽ അവർക്ക് കിട്ടും.
കുറേ ടൂളുകൾ അവർക്ക് കിട്ടും. എസ്പെഷ്യലി ഓപ്ഷൻ മാർക്കറ്റും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്ഷൻസിന്റെ മെക്കാനിസം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് വളർത്തിയെടുക്കുവാൻ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് സാധിക്കും. പക്ഷെ ഒരിക്കലും ഓപ്ഷന്റെ ഒരു സഹായമില്ലാതെ വെറുതെ പോയിട്ട് ഒരു റിട്ടേൺസ് മുൻകൂറായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. ഓപ്ഷന്റെ സഹായം ഉണ്ടെങ്കിൽ പോലും അതിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ബോധ്യപ്പെട്ടാൽ, അക്കൗണ്ടിൽ ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്യുകയോ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ലാഭം തരാം എന്ന് വാഗ്ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ബന്ധപ്പെട്ട അതോറിറ്റീസിനെ, സെബിയിലും മറ്റും അത് അറിയിക്കാനുള്ള മാർഗങ്ങളുണ്ട്, അവരെ അറിയിക്കുക. സെബിയുടെ അപ്ഡേറ്റുകളും വാർണിംഗ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എടുത്തിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈ പറഞ്ഞതല്ലാതെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.